ADGP MR അജിത് കുമാറിനെതിരായ നടപടിയിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. ADGPക്കെതിരായ ആരോപണങ്ങളിൽ DGPയുടെ അന്വേഷണ റിപ്പോർട്ട് ഇന്നലെ രാത്രി സർക്കാരിന് സമർപ്പിച്ചിരുന്നു. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ ADGPയുടെ വിശദീകരണം തള്ളിയാണ് റിപ്പോർട്ട്. സ്വകാര്യ സന്ദർശനമെന്ന ADGPയുടെ വിശദീകരണത്തിൽ സംശയമുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. മാമി തിരോധാന കേസ്, റിദാൻ വധക്കേസ് എന്നിവയുടെ അന്വേഷണങ്ങളിൽ വീഴ്ചയുണ്ടായെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. കേസുകൾ അട്ടിമറിക്കാൻ ADGP ശ്രമിച്ചതായി കുറ്റപ്പെടുത്തലില്ല. ADGP MR അജിത് കുമാറിനെതിരെ വീണ്ടും രൂക്ഷ വിമർശനവുമായി PV അൻവർ MLA. MR അജിത് കുമാറിന് കസേര മാറ്റമല്ല നൽകേണ്ടത്. അജിത് കുമാർ ഫ്ളാറ്റ് വാങ്ങിയതും വിറ്റതും കള്ളപ്പണം ഇടപാടാണ്. അജിത് കുമാറിനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. കൈവിടാതെ പൊതുസമൂഹത്തെ പച്ചയായി കബളിപ്പിക്കുകയാണെന്നും അൻവർ പറഞ്ഞു. PV അൻവറിന്റെ പാർട്ടിയുടെ പേര് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്നായിരിക്കുമെന്ന് സൂചന. ഇന്ന് വൈകിട്ട് 5 മണിക്ക് മഞ്ചേരിയിലെ ബൈപ്പാസ് റോഡിന് സമീപം ജസീല ജംഗ്ഷനിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ അൻവർ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കും. 1 ലക്ഷം ആളുകളെ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുമെന്നാണ് PV അൻവർ അവകാശപ്പെടുന്നത്. പാർട്ടിയുടെ നയപരിപാടികളും സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചേക്കും. ഇന്നലെ ചെന്നൈയിലെത്തി DMK നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ വിവരങ്ങളും അൻവർ യോഗത്തിൽ പറയും. DMKയുമായി ധാരണയുണ്ടാക്കി ഇന്ത്യ മുന്നണിയിലേക്ക് ചേക്കേറാനാണ് അൻവറിന്റെ കരുനീക്കം. ശബരിമല സന്ദർശനത്തിന് സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാകില്ലെന്ന് ആവർത്തിച്ച് ദേവസ്വം മന്ത്രി VN വാസവൻ. ബുക്കിംഗ് നടത്താതെ തീർത്ഥാടകരെത്തിയാൽ അത് പരിശോധിക്കും. നിലയ്ക്കലിലും എരുമേലിയിലും കൂടുതൽ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തും. ശബരിമല അവലോകന യോഗത്തിൽ ADGP MR അജിത് കുമാർ പങ്കെടുക്കാതിരുന്നതിൽ അസ്വാഭാവികതയില്ല. ഇന്നലെ നടന്നത് ക്രമസമാധാന പ്രശ്നവുമായി ബന്ധപ്പെട്ട യോഗമായിരുന്നില്ല. ക്രമസമാധാന പ്രശ്നവുമായി ബന്ധപ്പെട്ട യോഗം നടന്നാൽ ADGPയെ വിളിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സാഹിത്യകാരൻ MD വാസുദേവൻ നായരുടെ കോഴിക്കോട് നടക്കാവിലെ വീട്ടിലെ മോഷണത്തിൽ 2 പേരെ നടക്കാവ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. MDയുടെ വീട്ടിലെ പാചകക്കാരിയായ കരുവശ്ശേരി സ്വദേശി ശാന്ത, ബന്ധു പ്രകാശ് എന്നിവരാണ് പിടിയിലായത്. 26 പവന്റെ സ്വർണങ്ങളാണ് MDയുടെ വീട്ടിൽ നിന്നും കഴിഞ്ഞയാഴ്ച മോഷണം പോയത്. വമ്പൻ കുതിപ്പുമായി വിഴിഞ്ഞം തുറമുഖം. 3 മാസം കൊണ്ട് 1/2 ലക്ഷം കണ്ടെയ്നർ നീക്കമാണ് തുറമുഖത്ത് പൂർത്തിയാക്കിയത്. 9 മാസം കൊണ്ട് ലക്ഷ്യമിട്ടതിന്റെ 75% കണ്ടെയ്നർ നീക്കമാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പൂർത്തിയാക്കാനായത്. അടുത്തിടെ ബർത്ത് ചെയ്ത കൂറ്റൻ കപ്പൽ അന്നയിൽ നിന്ന് മാത്രം 10,000 കണ്ടെയ്നറുകളാണ് കൈകാര്യം ചെയ്തത്. കുടുംബ പെൻഷൻ ലഭിക്കുന്നതിന് സർക്കാർ വരുമാന പരിധി നിശ്ചയിച്ചതോടെ ഭിന്നശേഷിക്കാർ പ്രതിസന്ധിയിൽ. ഉപജീവന മാർഗമോ വാർഷിക വരുമാനം 60,000 രൂപയിൽ കൂടുതൽ വരുമാനമോ ഉള്ള ആശ്രിതർക്ക് ഇനി കുടുംബ പെൻഷൻ ലഭിക്കില്ല. നിലവിലെ ആനുകൂല്യം നിഷേധിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി കാത്തിരിക്കുകയാണ് രക്ഷിതാക്കൾ. സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് മുന്നറിയിപ്പ്. ഇന്ന് 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് ആണുള്ളത്. ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയത്. തുലാവർഷമായതിനാൽ ഉച്ചയ്ക്ക് ശേഷം ഇടിവെട്ടിയുള്ള മഴയ്ക്കായിരിക്കും സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. മലയോര മേഖലയിലും വനത്തിലും കൂടുതൽ മഴ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ് നൽകി.